ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സുപ്രീം കോടതിയിൽ വിവിധ തസ്തികകളിൽ 107 ഒഴിവുകൾ. പേഴ്സണൽ അസിസ്റ്റൻ്റ് 43, സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് 33 ഒഴിവുകൾ, കോർട്ട് മാസ്റ്റർ 31 ഒഴിവുകൾ. തസ്തികയും അതിൻ്റെ വിശദാംശങ്ങളും. പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒഴിവ് 43, അടിസ്ഥാന ശമ്പളം 44,900 രൂപ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്. മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. പ്രായം 18-നും 30-നും ഇടയിൽ. അടുത്ത തസ്തിക സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവ് 33, അടിസ്ഥാന ശമ്പളം 47,600 രൂപ. പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്. മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. അടുത്ത തസ്തിക കോർട്ട് മാസ്റ്റർ ഒഴിവ് 31, അടിസ്ഥാന ശമ്പളം 67,700 രൂപ. പ്രായം 30-നും 45 വയസ്സിനും ഇടയിൽ. യോഗ്യത നിയമ ബിരുദം. മിനിറ്റിൽ 120 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്. മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. പൊതുമേഖല അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ സീനിയർ PA, അതും അല്ലെങ്കിൽ PA അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കും ഗവൺമെന്റ് അംഗീകൃത ചട്ടങ്ങളനുസരിച്ചുള്ള ഇളവ് അനുവദിക്കും. തിരഞ്ഞെടുക്കുന്ന രീതി ഷോർട്ട് ഹാൻഡിലും ടൈപ്പിങ്ങിലുമുള്ള പ്രായോഗിക പരീക്ഷ, എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. ടൈപ്പിംഗ് പരീക്ഷയ്ക്ക് 10 മിനിറ്റും ഷോർട്ട് ഹാൻഡ് പരീക്ഷയ്ക്ക് 7 മിനിറ്റും എഴുത്തു പരീക്ഷയ്ക്ക് 1 മണിക്കൂർ 45 മിനിറ്റും സമയം. ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും എഴുത്തു പരീക്ഷ. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് എന്നിവ ആസ്പദമാക്കി ആയിരിക്കും 100 മാർക്കിനുള്ള എഴുത്തു പരീക്ഷയിലെ ചോദ്യങ്ങൾ. 50 മാർക്കിൻ്റെ ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 25 മാർക്കിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, 25 മാർക്കിൻ്റെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്. മിനിമം ക്വാളിഫൈ മാർക്ക് 50. റിസർവ് കാറ്റഗറിയിലുള്ളവർക്ക് 45 മാർക്ക്. അടുത്തത് ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. മാക്സിമം മാർക്ക് 10, മിനിമം ക്വാളിഫൈ മാർക്ക് 5. റിസർവ് കാറ്റഗറിയിലുള്ളവർക്ക് 4.5 മാർക്ക് മതിയാവും. അടുത്ത ടെസ്റ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റാണ്. മിനിമം സ്പീഡ് 40 വാക്ക് 1 മിനിറ്റ് എന്നതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. പിന്നെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്. സ്പീഡ് 1 മിനിറ്റിൽ 100 വാക്ക്. മിനിമം മിസ്റ്റേക്ക് 5% കൂടുതൽ വരുത്തരുത്. പരീക്ഷയ്ക്ക് എറണാകുളത്തും കേന്ദ്രങ്ങളുണ്ടാകും. ഫീസ് 1000 രൂപ. SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കും 250 രൂപ. പുറമെ ബാങ്ക് ചാർജും. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 25. ഈ വിജ്ഞാപനത്തിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാൻ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.sci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നെ വിജ്ഞാപനത്തിൻ്റെ കോപ്പി വേണ്ടവർ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ID കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയാണ് ഞങ്ങളുടെ വിജയം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.